Welcome to Bosco Campus Vision. Today we are discussing the subject Business, Environment and Policy of S3 BBA under Kerala University. And myself, Mary Netto, Assistant Professor from Department of Management, Don Bosco College, Kottayam. Today we are discussing the new industrial policy 1991. So we already discussed two industrial policy, that is industrial policy 1948 and policy 1956. So today we are discussing the new industrial policy 1991. The new industrial policy has been in operation since July 24, 1991. And some amendments has been made in this policy since then. That is, the new policy is a big departure from the old policy, that is 48 and 1956. So it is in the use with the liberalization move introduced during the 80s. So this policy has radically liberalized the industrial policy itself. So the industrial policy in 1991. There are some amendments in this policy. That is, we already discussed 1948 resolution industrial policy and the industrial policy resolution 1956. So instead of this, so the new industrial policy in 1991, the new policy is a big departure from the old policy. That is, it is in the use with the liberalization move introduced during the 80s. And so this industrial policy has been in operation since July 24, 1991. So in this policy they have main objectives, different objectives. So in this main objectives of the industrial policy are, first is the main objective of industrial policy is to unshackle the Indian economy from the cobwebs of unnecessary bureaucratic controls. അതായത് ആദ്യത്തെ ഒബ്ജക്റ്റീവായിട്ട് അവർ പറയുന്നത് എന്താണ്, ഒരു ബ്യൂറോക്രാറ്റിക് കൺട്രോൾസ്, അതായത് ഒരു ഇന്ത്യൻ എക്കോണമിയെ എന്താണ് ഒരു ബ്യൂറോക്രാറ്റിക് കൺട്രോളിൽ നിന്ന് നമ്മൾ എന്താണ് അവർ രക്ഷപ്പെടുത്തിയെടുക്കുക. അതായത് ഈ പോളിസികൾ വരുമ്പോൾ എന്താണ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസ് അല്ലെങ്കിൽ പബ്ലിക് ആൻഡ് പ്രൈവറ്റ്, ഇവർക്ക് രണ്ട് പേർക്കുമുള്ള പോളിസീസൊക്കെ ഗവൺമെൻറ് ഫ്രെയിം ചെയ്യുന്നുണ്ട്. അപ്പം എന്നിരുന്നാൽ തന്നെ ഇപ്പം അതിനകത്ത് തന്നെ കോട്ടേജ് ഇൻഡസ്ട്രി, വില്ലേജ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ സ്മോൾ സ്കെയിൽ സെക്ടർ, ഇവർക്കെല്ലാം നമ്മൾ ഓരോ ഷെഡ്യൂൾസ് പറയുന്നുണ്ട്. അപ്പോൾ ഇതിലൊക്കെ എന്താണ് ചില ഓൺട്രപ്രണേഴ്സിനെ എന്താണ് ചൂഷണം ചെയ്യാറുണ്ട്. അപ്പോൾ ആ ബ്യൂറോക്രാറ്റിക് കൺട്രോളിൽ നിന്ന് അവർ രക്ഷപ്പെടുത്തി എടുക്കുക, അതായത് ഇന്ത്യൻ എക്കോണമിയെ രക്ഷപ്പെടുത്തി എടുക്കുക എന്നുള്ളതാണ് ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി 1991 ഫസ്റ്റ് ഒബ്ജക്റ്റീവ്. ദാറ്റ് ഈസ് the main objective of the new industrial policy is to unshackle the Indian economy from the cobwebs of unnecessary bureaucratic controls. The next is to build on the gains already experienced and to correct the distortions or weaknesses involved in system. അപ്പം രണ്ടാമത് പറയുന്നത് ടു ബിൽഡ് ദ ഗെയിൻസ് ഓൾറെഡി എക്സ്പീരിയൻസ് ഇല്ലേ. അപ്പം ആദ്യത്തെ രണ്ട് ആക്ടിൽ നിന്ന് നമുക്ക് കിട്ടിയ നേട്ടങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കുക. അതായത് 48-ലും 56-ലും പോളിസി പ്രകാരം നമുക്ക് എന്തെല്ലാം മെറിറ്റ്സുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതിനെ ഒരു എക്സ്പീരിയൻസ് ആക്കി എടുക്കുക. ആൻഡ് ടു കറക്റ്റ് ദ ഡിസ്റ്റോർഷൻസ് ഓർ വീക്ക്നെസ്സസ് ഇൻവോൾവ് ഇൻ ദ സിസ്റ്റം. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് നമുക്കുണ്ടായ എന്തെല്ലാം പോരായ്മകൾ ഉണ്ടായിരുന്നു ആ ആക്ട്, ഇപ്പം ഒരു പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഇത്ര കാലയളവ് അല്ലെങ്കിൽ 5 years ഒക്കെ റൺ ചെയ്താലേ നമുക്ക് അതിൻ്റെ ആക്ട്, ഇപ്പം ആദ്യത്തത് 46-ൽ നമ്മൾ പറഞ്ഞു, 47-ൽ പറഞ്ഞു, അതിനുശേഷം 56-ലാണ് അടുത്ത ആക്ട് വരുന്നത്. അപ്പോൾ ആ ഇടയിൽ അത്രയും നാളത് റൺ ചെയ്ത് കഴിയുമ്പോൾ അതിൽ എന്തെല്ലാം പ്രോബ്ലംസ് ഉണ്ടായിരുന്നു എന്നുള്ളത് അവർ വെർട്ടിഫൈ ചെയ്തിട്ടാണ് 56-ൽ അതിനെ അമെൻഡ് ചെയ്യുന്നത്. 56 കഴിഞ്ഞ ശേഷം 77-ൽ അവർ ഒരെണ്ണം ചെയ്തു. അതിന് ശേഷമാണ് അടുത്ത, അപ്പോൾ ഓരോ കാലയളവിൽ ഇങ്ങനെ ഇത്ര വർഷം കഴിയുമ്പോൾ വരുന്നത്. അപ്പം ഇതിന് മുൻപുള്ള പോളിസീസിനെ എല്ലാം ഓവർകം ചെയ്ത് അതിനകത്ത് പോരായ്മകളെല്ലാം അല്ലെങ്കിൽ വീക്ക്നെസ്സിനെ അല്ലെങ്കിൽ ഡിസ്റ്റോർഷൻസിനെ ഒക്കെ മാറ്റിയിട്ടാണ് അടുത്ത അവർ പുതിയൊരു അമെൻഡ്മെൻറ്റ് 1991 അവർ കൊണ്ടുവന്നത്. So it build on the gain already experienced and to correct the distortions or weaknesses involved in the system. So the third one, introduce liberalization with a view to integrate the Indian economy with the world economy so that India grows as part of the world economy and not in isolation. To introduce the liberalization, നമ്മൾ LPG പഠിക്കുന്നതാണ്.
എന്താണ് LPG എന്ന് പറഞ്ഞാൽ ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് എന്നുള്ള ഫോമാറ്റ് അല്ല, പകരം എന്താണ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം ഒരു ലിബറലൈസേഷൻ എന്ന് പറഞ്ഞപ്പോൾ എന്താണ് ഇന്ത്യൻ എക്കോണമി, അതായത് ഫോറിൻ മാർക്കറ്റിലേക്ക് ഒരു വേൾഡ് എക്കോണമിയിലേക്ക് ബിസിനസ് ചെയ്യാനുള്ള ഡോക്യുമെൻറ്റേഷൻ നമ്മൾ എന്താണ് ഒന്ന് ലിബറലൈസ് ചെയ്ത് കൊടുത്തു. അപ്പം ലിബറലൈസേഷൻ വന്നതിന് ശേഷമാണ് ഫോറിൻ മാർക്കറ്റ്സിലേക്ക് ഒരുപാട് ഇന്ത്യൻ കമ്പനീസ് പോകാൻ തുടങ്ങിയത്. അപ്പോൾ അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു ലിബറലൈസേഷൻ മൂവ്മെൻറ്റ് തുടങ്ങിയപ്പോൾ വിത്ത് വിറ്റ് ടു ഇൻ്റഗ്രേറ്റ് ദ ഇന്ത്യൻ എക്കോണമി വിത്ത് ദ വേൾഡ് എക്കോണമി. അപ്പോൾ ആ ലിബറലൈസേഷൻ വന്നപ്പോഴാണ് ഇന്ത്യൻ എക്കോണമി എങ്ങോട്ടേക്ക് വരുന്നത്, വേൾഡ് എക്കോണമി ആയിട്ട് ലിങ്ക് ആവുന്നത്. സോ ദാറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് ഇന്ത്യ ഗ്രോസ് എ പാർട്ട് ഓഫ് വേൾഡ് എക്കോണമി. അപ്പോൾ വേൾഡ് എക്കോണമിയിൽ ഇന്ത്യക്കൊരു സ്ഥാനം ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനൊരു ഇതിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ 91 ആക്റ്റിലാണ് ശരിക്കും എന്താണ് ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി 1991 കൂടിയാണ് ലിബറലൈസേഷൻ വരുന്നതും അതുവഴി എന്താണ് ഇന്ത്യൻ മാർക്കറ്റ്സ് വേൾഡ് മാർക്കറ്റിലേക്ക് പോകാൻ തുടങ്ങിയത്. And the next is to abolish restrictions on direct foreign investment. അതുപോലെ തന്നെ എന്താണ് അല്ലേ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്, ഡയറക്റ്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് DFI എന്ന് നമുക്ക് പറയാം അല്ലേ. അപ്പം നേരിട്ട്, അതായത് നമ്മൾ പോളിസിയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, ഒരിക്കലും ഒരു ഇന്ത്യൻ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ബിസിനസ്മാന് നേരിട്ട് ഒരു ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ ആ കാലത്ത് കഴിയത്തില്ലായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഫോറിൻ ലിങ്കുമായിട്ട് അല്ലെങ്കിൽ ഒരു എക്സ്പോർട്ട് ചെയ്യുന്നൊരു വ്യക്തിയായിട്ട് നമ്മൾ ലിങ്ക് ചെയ്ത് അവരുടെ പ്രോഡക്ട്സിൻ്റെ കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ആദ്യകാലത്തൊക്കെ എക്സ്പോർട്ട് ചെയ്തിരുന്നത്. അപ്പം ഈ ഒരു ആക്ട്, അതായത് പോളിസി 1991 ചെയ്തപ്പോൾ എന്താണ് ഒരു ഡയറക്റ്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് ഈസി ആയിട്ട്, അതായത് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലാതെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിലുള്ളൊരു വ്യക്തിക്ക് എന്ത് ചെയ്യാം, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം. നെക്സ്റ്റ് ഈസ് ടു ഫ്രീ ദ ഡൊമസ്റ്റിക് ഓൺട്രപ്രണർ ഫ്രം ദ റെസ്ട്രിക്ഷൻസ് ഓഫ് MRTP, അതായത് മൊണോപ്പൊളി റെസ്ട്രിക്ഷൻ ട്രേഡ് പ്രാക്ടീസ് ആക്ട് എന്ന് പറയും. അതായത് ഒരു ഓൺട്രപ്രണർ, അതായത് ഡൊമസ്റ്റിക് ഓൺട്രപ്രണർ അല്ലെങ്കിൽ ബിസിനസ്സുകാരൻ എന്ത് ചെയ്യുക, ഫ്രീ ആയിട്ട് ബിസിനസ് ചെയ്യുക. അതായത് മൊണോപ്പൊളി റെസ്ട്രിക്ഷൻസ് ആൻഡ് ട്രേഡ് പ്രാക്ടീസസ് എന്ന് പറയുന്ന ആക്ടിനെ അതിനകത്തിൽ ചില റെസ്ട്രിക്ഷൻസ് ഒക്കെ വരുത്തിക്കൊണ്ട് അവർക്ക് എന്ത് ചെയ്യാം, കൂടുതൽ ബിസിനസ് ചെയ്യാം അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ബിസിനസ് ചെയ്യാമെന്നുള്ളൊരു ഓപ്ഷൻ കൊണ്ടുവന്നു. And the next is to maintain a substantial growth in productivity and employment. അപ്പോൾ അങ്ങനെ ആയപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ് ഇന്ത്യൻ എക്കോണമി ഒരു സബ്സ്റ്റാൻഷ്യൽ ഗ്രോത്തിലേക്ക് വന്നു. ഏതൊക്കെ മേഖലയാണ് അത്, പ്രൊഡക്ടിവിറ്റിയുടെ കേസിലാണെങ്കിലും എംപ്ലോയ്മെൻറ്റിൻ്റെ കേസിലാണെങ്കിലും എങ്ങനെയാണ് ഒരു സസ്റ്റൈനബിൾ ഗ്രോത്ത് നമുക്ക് കൈവഴിക്കാൻ ഈ 1991 ഇൻഡസ്ട്രിയൽ പോളിസി കൊണ്ട് സാധിച്ചു. ടു അച്ചീവ് ഇൻ്റർനാഷണൽ കോമ്പറ്റീവ്നെസ് അല്ലേ. അപ്പോൾ അതുവഴി നമുക്ക് എന്താണ് ഇൻ്റർനാഷണൽ അല്ലേ മാർക്കറ്റിലൊക്കെ ഒരു കോമ്പറ്റേറ്റീവായിട്ട്, അല്ലെങ്കിൽ ലിബറലൈസേഷൻ വന്ന് നമ്മൾ അങ്ങോട്ടേക്ക് അല്ലെങ്കിൽ വേൾഡ് മാർക്കറ്റിലേക്കൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ അതുവഴി നമുക്ക് എന്താണ് ഒരു ഇൻ്റർനാഷണൽ കോമ്പറ്റീവ്നെസ് അച്ചീവ് ചെയ്യാൻ പറ്റി. And the next is to make provisions for reducing the load of public sector enterprise, that is showing either low rate of return or incurring losses over the years. അപ്പോൾ അവിടെ പറഞ്ഞ എന്താണ് ഒരു പ്രൊവിഷൻ, മേക്ക് എ പ്രൊവിഷൻ ഓഫ് റെഡ്യൂസിങ് ദ ലോഡ് ഓഫ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് അല്ലേ. അപ്പോൾ അവരുടെ ആ ഒരു എന്താണ് ലോഡ് കുറയ്ക്കുക, എന്ത് ചെയ്തുകൊണ്ടാണ്, ഷോയിങ് ദ ലോ റേറ്റ് ഓഫ് റിട്ടേൺ, അതായത് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസയ്ക്ക് തിരിച്ചൊരു എമൗണ്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ പറയുന്നത് എന്താണ് ലോസസ് ഓവർ ദി ഇയേഴ്സ്, അതായത് വരും കാലങ്ങളിലെല്ലാം അവരുടെ കമ്പനിക്ക് ലോസസ് ആണെന്ന് കാണിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിനെയൊക്കെ മാക്സിമം അവരുടെ ലോഡ് കുറച്ച്, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ച്, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ എന്താണ് ഒരു ലോസിലേക്ക് പോകാതിരിക്കാനുള്ളൊരു പ്രൊവിഷൻസ് അവർക്ക് ചെയ്തു കൊടുത്തിരിക്കുന്നു. ആൻഡ് നെക്സ്റ്റ് ഇസ് ടു യൂട്ടിലൈസ് fully the indigenous capacities of entrepreneurs, or we can say to foster the research and development efforts for the development of indigenous technologies ഇല്ലേ. അപ്പോൾ പിന്നെ പറയുന്നത് എന്താണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇല്ലേ. അപ്പോൾ ലിബറലൈസേഷൻ വന്നതോടുകൂടി നമുക്കറിയാം നമുക്ക് ഫോറിൻ മാർക്കറ്റിലേക്ക് പോകാം. അതുകൊണ്ട് തന്നെ എന്താണ് നല്ല ടെക്നോളജീസ്, അതായത് ഇൻഡിജീനിയസ് ടെക്നോളജീസ് ഒക്കെ ഉണ്ടെങ്കിൽ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് നമ്മുടെ ബിസിനസ്സിന് സ്യൂട്ടബിൾ ആവുന്ന രീതിയിൽ അതിന് നമുക്ക് തിരഞ്ഞെടുക്കാം, ഒരു ഓപ്ഷൻ അതിനകത്ത് ഉണ്ടായിരുന്നു. Then to assign the right area for the public sector അണ്ടർടേക്കിങ്സ് ഇല്ലേ എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ ഒരു എന്താണ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിനെല്ലാം തന്നെ അല്ലേ കറക്റ്റായിട്ടുള്ളൊരു ഏരിയ ഫോക്കസ് ചെയ്യാം ഇല്ലേ. നമ്മളൊരു ലിബറലൈസേഷൻ വന്നു അല്ലെങ്കിൽ ഏത് ഏരിയയിലേക്കും ബിസിനസ് ചെയ്യാം എന്ന് പറഞ്ഞ് നീങ്ങാതെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഏരിയ നമ്മൾ കണ്ടെത്തി അതിൽ സ്യൂട്ടബിൾ ആണോ ഇല്ലേ, അല്ലെങ്കിൽ അതിൽ നമ്മൾക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്ന് കണ്ടെത്തിയിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റൂ, ആ ഒരു കറക്റ്റ് ഏരിയ ഫിക്സ് ചെയ്ത് നമ്മൾ അതിലേക്കൊരു ബിസിനസ് എന്ന രീതിയിൽ നമ്മൾ നീങ്ങാവൂ. To ensure welfare of workers and so also provide skills and facilities
to the worker to enable them to deal with the inevitabilities of technological changes. അതായത് ഒരു വെൽഫെയർ ഓഫ് വർക്കേഴ്സ്, അതായത് നമ്മൾ ഈ പുതിയ ടെക്നോളജിയിൽ, അതായത് വേൾഡ് മാർക്കറ്റിലേക്കൊക്കെ പോകുമ്പോൾ എന്താണ് ടെക്നോളജിക്കൽ ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ വർക്കേഴ്സിന് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു സ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫെസിലിറ്റീസും കൂടി അവർക്ക് പ്രൊവൈഡ് ചെയ്താൽ അവർക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം, ഈ ഫോറിൻ മാർക്കറ്റിൽ കോപ്പപ്പ് ചെയ്യാൻ ഈസി ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ്, എൻഷുവർ ദ വെൽഫെയർ ഓഫ് വർക്കേഴ്സ് ആൻഡ് ഓൾസോ പ്രൊവൈഡ് സ്കിൽസ് ആൻഡ് ഫെസിലിറ്റീസ് ടു ദ വർക്കർ ടു എനേബിൾ ദം ടു ഡീൽ വിത്ത് ദ ഇന്നോവേറ്റീവ്സ് ഓഫ് ടെക്നോളജിക്കൽ ചേഞ്ച്. അപ്പോൾ ടെക്നോളജി ചേഞ്ച് ചെയ്യുമ്പോൾ അതനുസരിച്ച് നമ്മുടെ വർക്കേഴ്സ് എന്ത് ചെയ്യണം, ഇന്നോവേറ്റബിൾ ആയിരിക്കണം, അതായത് ആ സ്കിൽസ് അച്ചീവ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അതിന് അവർക്കൊരു ട്രെയിനിങ് പ്രോഗ്രാമോ അല്ലെങ്കിൽ അങ്ങനെയൊരു ഫെസിലിറ്റീസോ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കണം. അപ്പോൾ ദീസ് ആർ ദി മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ പോളിസി 1991. I hope you are clear with the points. So prepare well, study well. This is the end of today's section. Thank you.